ഒരു സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവിനോ അതുമല്ലെങ്കിൽ നടനോ മറ്റാർക്കെങ്കിലുമോ മുൻകൂർ ജാമ്യം തേടിയോ പിൻകൂർ ജാമ്യം തേടിയോ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടിയിരുന്നില്ല, കോടതിയിലും പോകേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പഴയ കാലത്തെ പല പ്രമുഖ സംവിധായകരും നിർമ്മാതാക്കളും സാങ്കേതിക വിദഗ്ധന്മാരൊക്കെ സൽപ്പേരോടുകൂടി പരലോകത്തെത്തിയത്. പണ്ട് ഇതുപോലെയൊക്കെ പരാതി കൊടുക്കാൻ ആളും സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീപക്ഷ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ പലരും ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ജയിലറയിൽ കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു. ഇപ്പം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. ഹേമ കമ്മിറ്റി പോലുള്ള കെട്ടുകാഴ്ചകൾ ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പും സിനിമയിൽ പീഡനം ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി ഉള്ള സമയത്തും പീഡനമുണ്ട്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇത് അഭംഗുരം അക്ഷീണം തുടരുകയാണ്. പക്ഷേ പരാതികൾ താരതമ്യേന കുറവേ വന്നിരുന്നുള്ളൂ. ഇനി പരാതിപ്പെട്ടവർക്ക് അപമാനം ഉണ്ടായിരുന്നല്ലാണ്ട് ആർക്കെതിരെ പരാതി പറഞ്ഞു അവർക്ക് പ്രത്യേകിച്ച് ക്ഷതമോ തകരാറൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് പല യോഗ്യന്മാർ ഇപ്പോഴും വെറും ആരോപണ വിധേയരായിട്ട് നെഞ്ചു പിരിച്ച് നടക്കും.